ഹലോ. അപ്പോൾ ഇന്നലെ രാത്രി കിച്ചുക്കുട്ടന് ചിക്കനും ചപ്പാത്തിയും കഴിക്കണം എന്നൊരാഗ്രഹം കേട്ടോ. ഇത് പെപ്പർ ചിക്കനാണ്. ഈ കാണുന്ന പെപ്പറാണ് കേട്ടോ. കുരുമുളക് അരച്ച് കുരുമുളകും വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ അരച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ്, അതുപോലെ കുക്ക് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ എപ്പോഴൊക്കെ ഇടുന്നു എന്നുള്ളത് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധ വേണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒട്ടും വെള്ളം ചേർക്കാണ്ടുള്ള ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അതിൽ. അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഇതിടണം ഇന്നത് ചേർക്കണം ആരോടും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പം. ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചു, പക്ഷേ വോയിസ് ഓവർ ചെയ്യാൻ പറ്റില്ല, വോയിസ് കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ ബെഡിലിരുന്നിട്ടാണ് ഇപ്പം വോയിസൊക്കെ കയറ്റുന്നത്. അപ്പം വോയിസ് വലിയ ക്ലിയർ ഉണ്ടാവില്ല, ക്ഷമിക്കുക. പക്ഷേ വേറെ വീഡിയോ ഇല്ല ഇടാൻ, അതുകൊണ്ട് വോയിസൊക്കെ കയറ്റി തട്ടിക്കൂട്ടാണ്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അടിപൊളിയാണ് കേട്ടോ ഈ ചിക്കൻ കറി. കിച്ചുവിൻ്റെ സ്പെഷ്യൽ. എപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയാലും ഇതുപോലെ വേണമെന്ന് അവൻ പറയാം കേട്ടോ. പക്ഷേ ഇത്തിരി എരിവ് കൂടുതലായിരിക്കും, കുരുമുളകിൻ്റെ ഒരു എരിവുണ്ടാവുമല്ലോ. പക്ഷേ എന്നാൽ എത്ര എരിവാണെങ്കിലും അവൻ നല്ലോണം കഴിക്കും കേട്ടോ. പിന്നെ കിച്ചു മാത്രമാണ് ഇവിടെ ചിക്കൻ കൂടുതൽ കഴിക്കുക കേട്ടോ. ചിക്കനെല്ലാം നോൺ വെജ് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിന് മാത്രമാണ് കൂടുതൽ കഴിക്കാൻ താല്പര്യമുള്ളൂ. പാച്ചുവിന് പിന്നെ എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ അങ്ങനെ കഴിക്കില്ല. പിന്നെ ഏട്ടന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ചിക്കനും ചപ്പാത്തിയൊക്കെ കഴിഞ്ഞു, വായോ കഴിക്കാൻ എന്ന് പറയാൻ ഒരു നിവൃത്തിയില്ല. അപ്പം ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.